ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന 5th സെമിസ്റ്റർ ഇലക്ട്രോഡൈനാമിക്സ് 2 എന്ന് പറയുന്ന പേപ്പറിലെ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ്സ് എന്ന് പറയുന്ന ടോപ്പിക്. നമ്മൾ ഫസ്റ്റ് ഇവിടെ പറയാൻ പോകുന്നത് വാട്ട് ഈസ് മീൻ ബൈ എ പ്ലെയിൻ വേവ്. ഒരു പ്ലെയിൻ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലെ ഡെഫിനേഷൻ നമ്മൾ എഴുതി ശ്രദ്ധിക്കാം. ദ വേവ്സ് ട്രാവലിംഗ് ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി അതർ ഡയറക്ഷൻ. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വേവ്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്? പ്ലെയിൻ വേവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതർ ഡയറക്ഷൻസ്. മറ്റുള്ള ഡയറക്ഷനുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ ഒന്നും ഈ വേവിനെ ബാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യണം വേവ് സെഡ് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. അത് എക്സ് ഡയറക്ഷനെയോ വൈ ഡയറക്ഷനെയോ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യാതെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്സാണ് പ്ലെയിൻ വേവ്സ്. ഓക്കെ, ഈ പ്ലെയിൻ വേവ്സിൻ്റെ തന്നെ ഡെഫിനേഷൻ വേറെ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. എങ്ങനെ? ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് വാല്യൂ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് അസ്യൂം ചെയ്യാം. സെഡ് ഡയറക്ഷനിലാണ് നമ്മുടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ ദ പ്രൊപ്പഗേഷൻ ഈസ് ഇൻ സെഡ് ഡയറക്ഷൻ, ദെൻ ദ വേവ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ. സപ്പോസ് എക്സ് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ഡയറക്ഷനിൽ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യും. ദിസ് മാഗ്നിറ്റ്യൂഡ് ഈസ് കോൺസ്റ്റൻറ്റ്. ആ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കൺസിഡർ ചെയ്ത ഫിക്സ്ഡ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എക്സ് ഡയറക്ഷനിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെ ഒരു പ്ലെയിൻ വേവ് ആണെങ്കിൽ അതിൻ്റെ വേവ് ഫ്രണ്ട് ഒരു സ്ട്രെയിറ്റ് വേവ് ഫ്രണ്ട് ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള വേവ് ഫ്രണ്ട്സാണ് ഇതുണ്ടാവുക പ്ലെയിൻ വേവ്സിന് ഉണ്ടാവുക. അപ്പോൾ വേവ് ട്രാവലിംഗ് ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് ഇറ്റ്സ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി അതർ ഡയറക്ഷൻ. മറ്റ് ഡയറക്ഷനുകളൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു സിംഗിൾ ഡയറക്ഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന വേവ്സിനെയാണ് ട്രാവൽ ചെയ്യുന്ന ഒരു സിംഗിൾ ഡയറക്ഷൻ മാത്രമായിട്ടുള്ള വേവ്സിനെ നമ്മൾ പ്ലെയിൻ വേവ്സ് എന്ന് പറയുന്നത്. ഈ പ്ലെയിൻ വേവ്സിൻ്റെ നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ കൺസിഡർ ചെയ്താൽ ആ ക്വാണ്ടിറ്റി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും ഓർ എനി പ്ലെയിൻ ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഫിക്സ്ഡ് ഡയറക്ഷൻ. നമ്മൾ ഫിക്സ്ഡ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇപ്പോൾ ഈ ഫിഗർ തന്നെ നോക്കിയാൽ കാണാം. ദിസ് ഇസ് ഫിക്സ്ഡ് ഡയറക്ഷൻ. ഇത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു പ്ലെയിനിൽ നോക്കി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് എന്നല്ല, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ വേവ് ഫ്രണ്ടിൻ്റെ ഷേപ്പ് സ്ട്രെയിറ്റ് വേവ് ഫ്രണ്ട്സ് ആയിരിക്കും ഇതിന് ഉണ്ടാവുക. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് പ്ലെയിൻ വേവ്സ്. ഇനി നമ്മൾ പറയുന്നത് മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ്സ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ്സ്? മോണോക്രോമാറ്റിക് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വേവ്സ് ജനറലി വേവ്സ് ഒക്കെ സൈനസോയ്ഡൽ വേവ്സ് ആയിട്ടാണ് നമ്മൾ ഇതുവരെ പഠിച്ചതുള്ളത്. അപ്പോൾ ഒരു സൈനസോയ്ഡൽ വേവ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇഫ് ഇറ്റ് ഈസ് ഹാവിങ് എ ഫിക്സ്ഡ് ഫ്രീക്വൻസി, ഒരു കോൺസ്റ്റൻറ്റ് ഒരു ഫിക്സ്ഡ് ഫ്രീക്വൻസി ഉള്ള സൈനസോയ്ഡൽ വേവ്സ് നമ്മൾ എന്ന് വിളിക്കുന്ന പേരാണിത് മോണോക്രോമാറ്റിക് വേവ്സ്. ഒരു സൈനസോയ്ഡൽ വേവ് ആണ് ആൻഡ് ഹാവിങ് എ ഫിക്സ്ഡ് ഫ്രീക്വൻസി ഈസ് നോൺ ആസ് എ മോണോക്രോമാറ്റിക് വേവ്. ഓക്കെ, ഈ മോണോക്രോമാറ്റിക് വേവ്സ് ദാറ്റ് ഈസ് ഒരു ഫിക്സ്ഡ് ഫ്രീക്വൻസി ഉള്ള സൈനസോയ്ഡൽ വേവ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി അതർ ഡയറക്ഷൻസ്. അപ്പോൾ മറ്റ് ഡയറക്ഷനുകളിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സൈനസോയ്ഡൽ വേവ് ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എ കോൺസ്റ്റൻറ്റ് ഓർ ഫിക്സ്ഡ് ഫ്രീക്വൻസി. ഒരു ഫിക്സ്ഡ് ഫ്രീക്വൻസി ഉള്ള ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സൈനസോയ്ഡൽ വേവിനെയാണ് നമ്മളിവിടെ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ പ്ലെയിൻ വേവ്സ് എന്താണെന്ന് പറഞ്ഞത് ഒരു ഫിക്സ്ഡ് ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതർ ഡയറക്ഷൻ ആയിട്ടുള്ളതാണ് പ്ലെയിൻ വേവ്. അതിൻ്റെ കൂടെ തന്നെ ഫിക്സ്ഡ് ഫ്രീക്വൻസി ഉള്ള സൈനസോയ്ഡൽ വേവ് ആണ്, അല്ലെങ്കിൽ ഫിക്സ്ഡ് ഫ്രീക്വൻസി ഉള്ള വേവ് ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? മോണോക്രോമാറ്റിക് വേവ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ക്ലബ് ചെയ്യുക. ഫിക്സ്ഡ് ഫ്രീക്വൻസി ഉള്ള ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന വേവ്സിനെയാണ് എന്ത് പറയുന്നത്? മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ കൊടുത്ത പോലെ തന്നെ നമ്മൾ ഫ്രീക്വൻസി ഒമേഗയാണെന്ന് അസ്യൂം ചെയ്യുക. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സെഡ് ഡയറക്ഷനിലാണെങ്കിൽ
and it is having no dependence on x and y. X direction y direction ഒന്നും വേവിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ such a wave is known as a monochromatic plane wave. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ്സിൻ്റെ രണ്ട് മൂന്ന് എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുമായിട്ട് നമ്മളിത് കമ്പൈൻ ചെയ്യാൻ പോവുക. നമ്മൾ മാക്സ്വെൽസ് റിലേഷൻസ് നമ്മൾ 4 മാക്സ്വെൽ റിലേഷൻസ് പഠിച്ചു. മാക്സ്വെൽസ് റിലേഷൻസ് ഇൻ വാക്വവും നമ്മൾ മുമ്പ് കണ്ടതാണ്. ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0, ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ആൻഡ് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി. ഈ 4 റിലേഷൻസാണ് മാക്സ്വെൽസ് റിലേഷൻസ് ഇൻ ഫ്രീ സ്പേസ്. ഈ മാക്സ്വെൽസ് റിലേഷൻസ് ഇൻ ഫ്രീ സ്പേസിൽ നിന്ന് നമ്മൾ വേവ് ഇക്വേഷൻസ്, നമ്മളതിൻ്റെ കേൾ മാക്സ്വെൽസിൻ്റെ കേൾ റിലേഷൻസിന് ഒരു തവണയും കൂടി കേൾ ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ വേവ് ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തു. ദാറ്റ് ഈസ് ആ വേവ് ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ ആൻഡ് ഡെൽ സ്ക്വയർ ബി ഈസ് ഈക്വൽ ടു മ്യൂ 0 എപ്സിലോൺ 0 ഡോ സ്ക്വയർ ബി ബൈ ഡോ ടി സ്ക്വയർ. ദീസ് ആർ ദ വേവ് ഇക്വേഷൻസ്, ഇലക്ട്രോഡൈനാമിക് വേവ് ഇക്വേഷൻസ് ആണ്. ദിസ് ഇസ് 3 ഡയമെൻഷനൽ ആണ്. ഡെൽ സ്ക്വയർ അതുകൊണ്ട് 3 ഡയമെൻഷനൽ ആണ്. ഓക്കെ, ഇത് 1 ഡയമെൻഷനിൽ ആക്കാൻ നമുക്ക് വേണമെങ്കിൽ ഡോ സ്ക്വയർ ഇ ബൈ ഡോ സെഡ് സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡയമെൻഷനായി. ദാറ്റ് ഇസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 1 ഡയമെൻഷനായി. ഇങ്ങനെയുള്ള ഈ ഒരു വേവ് ഇക്വേഷനെ, ഇതിപ്പോൾ 3 ഡയമെൻഷൻ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് എഴുതുന്നു, ഇതിൻ്റെ 1 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓഫ് ദിസ് ഫോം. ഇതൊരു വേവ് ഇക്വേഷനാണ്. വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, എ കോസ് ഒമേഗ ടി അല്ലെങ്കിൽ എ കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നുള്ളതൊക്കെയാണ് സൈനുസോയ്ഡൽ വേവായിട്ട് നമ്മൾ പഠിച്ചു. നമ്മൾ പിന്നെ അതിൽ നിന്ന് ഇനീഷ്യൽ ഫേസ് കൂടി ഉണ്ടെങ്കിൽ എ കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഡെൽറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേഞ്ച് നമ്മൾ വരുത്തി. അത് മുമ്പ് ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ നമ്മളതിൽ കൊടുക്കുന്ന എന്താണ്, കോംപ്ലക്സ് വേവ്സിൻ്റെ ഫോമിലേക്ക് നമ്മൾ മാറ്റി, കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ഫോമിലേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ മാറ്റിയിട്ട് എ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ് എ പിന്നെ ഇ റേസ് ടു എന്നുള്ള ഫോമിലേക്ക് നമ്മൾ മാറ്റി എഴുതിയിരുന്നു. ദാറ്റ് ഇസ് കോംപ്ലക്സ് നൊട്ടേഷൻ മാറ്റി എഴുതുന്നത്. ആ കോംപ്ലക്സ് നൊട്ടേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ വേവ് എന്താണ്, സെഡ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവാണ്. ഈ സെഡ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ് ആൻഡ് ഇറ്റ്സ് ആംഗുലർ ഫ്രീക്വൻസി ഈസ് ഫിക്സ്ഡ് ആംഗുലർ ഫ്രീക്വൻസി ഈസ് ഒമേഗ. ദെൻ the solution of this equation will be like this: Ez t is equal to E0 e raised to I kz minus omega t. Here both are complex representations. Ez t is equal to E0 e raised to I kz minus omega t. ഇതിൻ്റെ 1 dimensional equivalent വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് കേട്ടോ. ഇതേപോലെ ഈ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് Bz t is equal to B0 e raised to I kz minus omega t എന്നുള്ളത്. So these are the solutions of these wave equations. Electrodynamic wave equations in the solutions are made. One is for electric field and another is for magnetic field. Okay. Now, these wave equations, ഇതിൽ നമ്മൾ മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സൈനുസോയ്ഡൽ വേവ്സ് ഓഫ് ഫ്രീക്വൻസി ഒമേഗ, ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആയതുകൊണ്ട് ഡിഫറെൻറ്റ് കളേഴ്സ് ആകുമ്പോൾ ഓരോ കളറും ഓരോ ഡിഫറെൻറ്റ് വേവ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദാറ്റ് ആസ് മോണോക്രോമാറ്റിക് വേവ്സ്. സപ്പോസ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ ഉണ്ട്, ഇവിടെ വേവ്സ് ആർ ട്രാവലിംഗ് ഇൻ സെഡ് ഡയറക്ഷൻ ആൻഡ് ഹാവ് നോ എക്സ് ഓർ വൈ ഡിപ്പെൻഡൻസ്. എക്സ് ഡിപ്പെൻഡൻസോ വൈ ഡിപ്പെൻഡൻസോ ഇല്ലാത്ത വേവ്സ് ആണ് പ്ലെയിൻ വേവ്സ്. ഫിക്സ്ഡ് ഫ്രീക്വൻസി ഉള്ള കണ്ടീഷനാണ് മോണോക്രോമാറ്റിക്. സോ ദീസ് ആർ വി ഓൾറെഡി മെൻഷൻ ദോസ് തിങ്സ്. ഈ സൊല്യൂഷൻ, ഇവിടെയുള്ള സൊല്യൂഷനാണ് നമ്മളിവിടെ ഇങ്ങോട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ E0 എന്ന് പറയുന്നത് B0 എന്ന് പറയുന്നതൊക്കെ കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ്സ് ആണ്. സോ ദിസ് ഇസ് ദ കോംപ്ലക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് സൈനുസോയ്ഡൽ സൊല്യൂഷൻ ഓഫ് സൈനുസോയ്ഡൽ വേവ്സ് വേവ് ഇക്വേഷൻ. നൗ ഇതിൽ ഈ സൊല്യൂഷൻസ്, ദാറ്റ് ഈസ് EZT is equal to E0 I kz minus omega t എന്ന് പറയുന്ന ഈ സൊല്യൂഷനും EZT is equal to B0 a raised to I kz minus omega t എന്ന് പറയുന്ന ഈ സൊല്യൂഷനും വന്നത് ഈ വേവ് ഇക്വേഷൻസ് എന്നാണ് അല്ലേ. ഈ വേവ് ഇക്വേഷൻസോ ഇത് വന്നത് എവിടെ നിന്നാണ്? ഇത് മാക്സ്വെൽസിൻ്റെ റിലേഷൻസിൽ നിന്നാണ് ഈ വേവ് ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കിട്ടിയ ഈ സൊല്യൂഷൻസ് മാക്സ്വെൽസ് ഇക്വേഷൻസിൽ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഇസ് എവറി സൊല്യൂഷൻ ടു മാക്സ്വെൽസ് ഇക്വേഷൻസ്. മാക്സ്വെൽസ് ഇക്വേഷൻ്റെ എല്ലാ സൊല്യൂഷനും ഈ വേവ് ഇക്വേഷൻസ് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. മസ്റ്റ് ഒബേ ദ വേവ് ഇക്വേഷൻ. മാക്സ്വെൽസ് ഇക്വേഷൻസിൻ്റെ
എല്ലാ സൊല്യൂഷൻസും ഈ വേവ് ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഡെൽ ഡോട്ട് ഇ ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷനും ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറയുന്ന റിലേഷൻ, ദിസ് ആർ മാക്സ്വെൽസ് റിലേഷൻസ് അല്ലേ. ഈ റിലേഷൻസിൽ നമ്മുടെ ഈ സൊല്യൂഷൻസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും വിതൗട്ട് ഇഫക്റ്റിംഗ് ദ റിസൾട്ട്. അപ്പം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന രണ്ട് റിസൾട്ടുകളാണ് E0 ഓഫ് സെറ്റ് ഈക്വൽ ടു B0 ഓഫ് സെറ്റ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ട്രാൻസ്വേഴ്സ് ആണെന്നുള്ളതാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെറ്റ് കമ്പോണൻറ്റ് ആംപ്ലിറ്റ്യൂഡാണ് E0 എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ Z ഡയറക്ഷൻ ഇസ് 0 എന്നും ആംപ്ലിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ Z ഡയറക്ഷൻ ഇസ് ഈക്വൽ ടു 0 എന്നുമാണ് നമുക്ക് കിട്ടിയത്. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊപ്പഗേഷൻ ഡയറക്ഷനിൽ ഇല്ല, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് Z ഡയറക്ഷൻ ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന Z ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും എന്തില്ല, കമ്പോണൻസ് ഇല്ല എന്നുള്ളതാണ് അർത്ഥം. ദാറ്റ് മീൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താണ്, പ്രൊപ്പഗേഷൻ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. സോ ദിസ് ഇസ് നോൺ ആസ് എ ട്രാൻസ്വേഴ്സ് വേവ്. അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത്. ഇതല്ലേ നമ്മൾ യൂസ് ചെയ്തത് ഡെൽ ഡോട്ട് ഇ ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻസ് ആണ്. ഇനി നമ്മൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചു. അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം ആയിട്ടുള്ള ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ഡി വിച്ച് ഇസ് എൻ ഇക്വേഷൻ ഇൻ മാക്സ്വെൽസ് റിലേഷൻ. മാക്സ്വെൽസ് റിലേഷനിലൊരു റിലേഷനാണ് ഇത്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും തമ്മിലുള്ള ആംപ്ലിറ്റ്യൂഡ്സ് തമ്മിലുള്ള റിലേഷൻ തരാനാണ് ഈ റിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദിസ് ക്യാൻ ബി യൂസ് ടു ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. സോ ആ റിലേഷൻസ് ആണ് നമ്മൾ കിട്ടുന്നത് ഇവിടെ. മൈനസ് കെ E0y ഇസ് ഈക്വൽ ടു ഒമേഗ B0x ആൻഡ് കെ E0x ഇസ് ഈക്വൽ ടു ഒമേഗ B0y. ദീസ് ആർ ടു റിലേഷൻസ്. ആൻഡ് ജനറലി B0 ഇസ് ഈക്വൽ ടു കെ ബൈ ഒമേഗ ഇൻറ്റു സെറ്റ് ക്യാപ് ക്രോസ് E0. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം സെറ്റ് എന്താ, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനാണ്. E0 എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ സെറ്റ് ക്രോസ് E0 എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിൻ്റെയും പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ് ആരുണ്ടാവുക എന്നതിൻ്റെ അർത്ഥം, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. എ എന്നുള്ളൊരു വെക്ടർ ഉണ്ട്, ബി എന്നുള്ളൊരു വെക്ടർ ഉണ്ട്. എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ആ റിലേഷനാണ് നമ്മളിവിടെ, ആ ഫാക്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സെറ്റ് ക്യാപ് ക്രോസ് E0. സെറ്റ് ക്യാപ് എന്ന് പറയുന്നത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ, E0 എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരുള്ളത്, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് എന്നാണ് ഈ റിലേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ ഈ 3 ഇക്വേഷൻസും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നാലാമത്തെ ഇക്വേഷൻ നമുക്ക് പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേറെ സൊല്യൂഷൻസോ കണ്ടീഷൻസോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 3 റിലേഷൻസ് കിട്ടുന്ന ഈ കണ്ടീഷൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിലിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റിലേഷൻസ് E0 സെറ്റ് ഈക്വൽ ടു B0 സെറ്റ്, E0 ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു B0 ഓഫ് സെറ്റ് ഈക്വൽ ടു 0, ഇത് വന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ പ്രൂഫൊക്കെ നമ്മൾ അടുത്ത ഒരു ലിങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇത് ജസ്റ്റ് ആ റിലേഷൻസ് ഇങ്ങനെ കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആൻഡ് ദാറ്റ് പ്രൂഫ് വിൽ ബി ഗിവൺ ഇൻ നെക്സ്റ്റ് ലിങ്ക്. ഓക്കെ, നൗ ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. B0 is equal to k by omega into set cap cross E0. നമ്മളിപ്പോൾ ഇതൊക്കെ വെക്ടേഴ്സാണ്, B0, E0, സെറ്റ് ഒക്കെ വെക്ടേഴ്സാണ്. നമുക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി വിചാരിക്കാം. ദ റിലേഷൻ ഇസ് ദ സെയിം, മാഗ്നിറ്റ്യൂഡ് മാത്രം നമുക്ക് വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഡയറക്ഷൻ്റെ കണ്ടീഷനൊക്കെ നമുക്ക് ഒഴിവാക്കാം. B0 is equal to k by omega into E0 എന്ന് ആക്കാം. വി ആർ നെഗ്ലക്റ്റിംഗ് ദിസ് ഡയറക്ഷൻ ഡിപെൻഡൻസ്. നൗ നമ്മൾ പഠിച്ചിട്ടുള്ള റിലേഷൻ ഉണ്ട്, ഒമേഗ ഇസ് ആംഗുലർ ഫ്രീക്വൻസി, ഒമേഗ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു വി. ഒമേഗ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു വി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കെ ബൈ ഒമേഗ ഇസ് ഈക്വൽ ടു എന്താ വരിക, 1/v ആണ് വരിക. ദാറ്റ് ഇസ് ഇൻവേഴ്സ് ഓഫ് വെലോസിറ്റി ആണ് വരിക. നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള മീഡിയം ഫ്രീ സ്പേസ് ആയതുകൊണ്ട് അവിടെ വേവ്, ഇതൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഫ്രീ സ്പേസിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെലോസിറ്റിയാണ് c. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് റിട്ടൺ ആസ് 1/c ഇൻറ്റു E0 എന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളിവിടെയൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് Z ഡയറക്ഷനിലാണ് നമുക്ക് പറയാം. വേവ് സെഡിൽ മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യാവൂ എന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ വേവ് X ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യാം, വേവ് Y ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഇതൊന്നുമല്ലാതെ
എനി ആർബിട്രറി ഡയറക്ഷൻ, ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് എക്സ്, ദിസ് വൈ, ദിസ് ഇസ് സെറ്റ്. സപ്പോസ് ദിസ് ഇസ് കണ്ടീഷൻ എക്സ് വൈ സെറ്റ്. അപ്പോൾ ഇവിടെ വേവ് സെറ്റ് മുകളിലേക്കായിട്ട് നമ്മൾ കാണിച്ചത്. നമുക്ക് വേവ് വേണമെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞ് ഈ പ്ലെയിൻ ഒരു സർട്ടൺ ആംഗിളിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഇസ് വി ക്യാൻ ചൂസ് എനി ആർബിട്രറി ഡയറക്ഷൻ. നമുക്ക് പഠിക്കാനുള്ള സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് വേവ് സെറ്റ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ള കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഏതെങ്കിലും എക്സ് ഡയറക്ഷനോ അല്ലെങ്കിൽ വൈ ഡയറക്ഷനോ അല്ലെങ്കിൽ സെറ്റ് ഡയറക്ഷനോ എടുക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ലാതെ വേവിന് ഇതിലൂടെ മാത്രമേ പ്രൊപ്പഗേറ്റ് ചെയ്യാവൂ എന്നൊന്നുമില്ല. വേവ് ക്യാൻ മൂവ് ഇൻ എനി ആർബിട്രറി ഡയറക്ഷൻ. അങ്ങനെ ഒരു ആർബിട്രറി ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ, സോ വി ആർ ടേക്കിംഗ് കൺസിഡറിങ് ദാറ്റ് ദ വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ എനി ആർബിട്രറി ഡയറക്ഷൻ ആർ ക്യാപ് അല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ദെൻ നമ്മൾ പറഞ്ഞിട്ട് വെക്റ്റർ, വേവ് വെക്റ്റർ ഉണ്ട്. വേവ് വെക്റ്ററിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ വെക്റ്റർ എന്നാണ് വേവ് വെക്റ്റർ പറയുക, വിച്ച് ഇസ് കെ. കെ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനെ തന്നെ പോയിന്റ് ചെയ്യുന്ന ഒരു വെക്ടറാണ് വേവ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് കെ. വെക്ടറായിട്ട് എടുക്കുമ്പോൾ ക്യാപിറ്റൽ കെ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കെ എന്നിട്ട് വെക്ടറിൻ്റെ സിമ്പിൾ നമുക്ക് കൊടുക്കാം. അപ്പോൾ കെ ഡോട്ട് ആർ ക്യാപ്പ് ആണ് ജനറലി എന്ത് പറയുന്നത്, നമ്മുടെ കെ സെഡ് എന്ന് പറയുന്ന റിലേഷൻ. നമ്മൾ കഴിഞ്ഞ എക്സ്പ്രഷനിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാവുന്ന ഈ കെ സെഡ് എന്ന് പറയുന്നത് കെ ഡോട്ട് ആർ ക്യാപ്പിൻ്റെ ജനറലൈസ് ഒരു സ്പെസിഫിക് കണ്ടീഷനാണ്. Wave vector k can be resolved into 3: k x cap plus k y cap plus k z cap, x x cap plus y y cap plus z z cap എന്നുള്ളതാണ് പൊസിഷൻ വെക്ടറിൻ്റെ കോർഡിനേറ്റ്. ഇതിൽ നമ്മൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സെഡ് ഡയറക്ഷനാണ് അസ്യൂം ചെയ്തതെങ്കിൽ നമുക്ക് കെ ഡോട്ട് ആർ എടുത്തു കഴിഞ്ഞാൽ കെ സെഡ് മാത്രം കിട്ടുക. വേവ് വൈ ഡയറക്ഷനാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ കെ വൈ എന്ന് കിട്ടും എക്സ്പ്രഷനിൽ. ഇതേ എക്സ്പ്രഷനിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വൈ ഡയറക്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്, ഇവിടെ കെ വൈ എന്ന് കിട്ടും. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ കെ എക്സ് എന്നാവും. സോ ജനറലായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, E0 e⁻i കെ ഡോട്ട് ആർ ക്യാപ്പ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. കെ ഡോട്ട് ആർ ക്യാപ്പ് മൈനസ് ഒമേഗ ടി. ഒമേഗ ടിക്ക് ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ എൻ ക്യാപ്പ് എന്നാണ് ഡയറക്ഷൻ കാണിക്കുന്നത്. നമുക്കിവിടെ ഓരോ കണ്ടീഷനിലും ഇപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. വേവ് സെഡിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആണെങ്കിൽ എക്സ് ക്യാപ്പ് എന്ന് പറയാം, ഇലക്ട്രിക് ഫീൽഡ് വൈയിലാണെങ്കിൽ വൈ ക്യാപ്പ് എന്ന് കൊടുക്കാം അല്ലേ. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡാണ് എക്സിലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റിസൾട്ടിലാണ് എക്സ് ക്യാപ്പ് കൊടുക്കേണ്ടത്. മാഗ്നറ്റിക് ഫീൽഡാണ് വൈ ഡയറക്ഷനെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേവ് റെപ്രസെൻറ്റേഷനിലാണെങ്കിൽ വെക്ടർ റെപ്രസെൻറ്റേഷനാണ് വൈ ക്യാപ്പ് കൊടുക്കേണ്ടത്. അപ്പോൾ ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണോ ഉള്ളത് അതാണ് നമ്മൾ എന്തായിട്ട് കാണിക്കുന്നത്, എൻ ക്യാപ്പ് ആയിട്ട് കാണിക്കുന്നത്. ഓർ യു ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് പോളറൈസേഷൻ വെക്ടർ. നമ്മൾ പോളറൈസേഷൻ പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിൻ്റെ ടൈം വേരിയിങ് ബിഹേവിയറാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാം വേവ് ഈസ് എക്സ് പോളറൈസ്ഡ്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന എക്സ്പ്രഷനിൽ എക്സ് ക്യാപ്പ് എന്നാണ് വരിക. ഇലക്ട്രിക് ഫീൽഡ് വൈ ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് പറയാം വേവ് ഈസ് പോളറൈസ്ഡ് ഇൻ വൈ പോളറൈസ്ഡ് വേവ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ എക്സ്പ്രഷനിൽ വൈ ക്യാപ്പ് എന്നാണ് വരിക. ഇലക്ട്രിക് ഫീൽഡ് സെഡ് ഡയറക്ഷൻ ആണെങ്കിൽ എന്ത് പറയാം, സെഡ് ക്യാപ്പ് ആണ് വരിക. വേവ് ഇലക്ട്രിക് വേവ് ഈസ് സെഡ് പോളറൈസ്ഡ് വേവ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മളിവിടെ ആർബിട്രറി ഡയറക്ഷൻ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഒരു സെർട്ടൺ ഡയറക്ഷൻ എക്സ് അല്ലെങ്കിൽ വൈ എന്ന അല്ലെങ്കിൽ സെഡ് എന്ന് പറയുന്നത് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള ആക്സിസുകളൊന്നുമല്ല, ജനറലായിട്ട് ഏതൊരു ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വെക്ടർ നമുക്ക് എക്സോ വൈയോ സെഡോ കൊടുക്കാൻ പറ്റില്ല. ജനറലായിട്ട് എന്ത് ചെയ്യുക, പോളറൈസേഷൻ വെക്ടർ ഏതാണോ ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ നമ്മൾ കാണിക്കുക. എൻ ക്യാപ്പ് ആണ് ഇലക്ട്രിക് ഫീൽഡിന് ഉണ്ടാകുന്ന ഡയറക്ഷൻ. സോ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ആർ കോമ ടി കണ്ടോ, ഇവിടെ മറ്റേ നമ്മൾ നേരത്തെ എഴുതിയ എക്സ്പ്രഷനിൽ സെഡ് കോമ ടി ആയിരുന്നു, ഇവിടെ ആർ കോമ ടി ആണ് വരിക. ഇവിടെ ആർ എടുക്കാൻ കാരണം ജനറലാണ് റിലേഷൻ. സോ E0 സെയിം ആണ് e⁻i കെ ഡോട്ട് ആർ. കെ ഡോട്ട് ആർ ആണ് വരുന്നത് മൈനസ് ഒമേഗ ടി എൻ ക്യാപ്പ്. ഇവിടെ കെയും ആറും ഒക്കെ വെക്ടേഴ്സ് ആണ്. നമ്മൾ ബോൾഡ് ലെറ്ററിൽ കാണിക്കുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദിസ് ഇസ് എ വെക്ടർ എന്നാണ് കേട്ടോ. അതേപോലെ തന്നെ ബി ഓഫ് ആർ കോമ ടി, നമ്മൾ ബിയും ഇയും തമ്മിലുള്ള റിലേഷൻ ഇവിടെ നമുക്ക് കിട്ടി ഓൾറെഡി. B0 മാഗ്നിറ്റ്യൂഡുകൾ തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടി. E0/c ആണ് B0 എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് or it is given by E0/c e⁻i k dot r minus omega t. ഇവിടെ ഒന്നും ചേഞ്ച് ഇല്ല. എൻ ക്യാപ്പ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, കെ ക്യാപ്പ് വേവ് പ്രൊപ്പഗേഷൻ വെക്ടറിൻ്റെ അല്ലെങ്കിൽ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനാണ് കെ ക്യാപ്പ്.
ഇതിൻ്റെ രണ്ടിൻ്റെയും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് വരിക, മാഗ്നറ്റിക് ഫീൽഡ് വരിക. നമുക്കിത് ഈ റിലേഷൻ ഒക്കെ കാണാം അല്ലേ. ദിസ് ഇസ് E0/c എന്നുള്ളൊരു ടേം വന്നു. Z ക്യാപ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ, അപ്പോൾ അതിന് പകരം ഇവിടെ K ക്യാപ്. പിന്നെ ഉള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനാണ്. ഇതൊരു വെക്ടർ ആയിട്ട് എടുത്തുകൊണ്ടാണ് നമ്മളിവിടെ അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്താണ്, N ക്യാപ്. സോ ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദിസ് പ്രൊഡക്റ്റ് വിൽ ഗിവ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ യു ക്യാൻ സേ ദാറ്റ് ഇതേ ഈ ഒരു ഫോർമാറ്റിൽ എഴുതുകയാണെങ്കിൽ 1/c വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്രൊപ്പഗേഷൻ വെക്ടറിൻ്റെ ഡയറക്ഷൻ K ക്യാപ് അല്ലേ. ദിസ് ഇസ് 1/c K ക്യാപ് ക്രോസ് E0 അല്ലെങ്കിൽ E. സോ ദാറ്റ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ്. ശ്രദ്ധിക്കുക, പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വെക്ടറിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ എന്തില്ല എന്നാണ് ഈ റിലേഷൻ കിട്ടിയത്. ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പഗേഷൻ ഡയറക്ഷനിൽ ഇല്ല എന്നാണ് ഈ ഒരു റിലേഷൻ തരുന്നത്. E0 ഓഫ്സെറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ N ക്യാപ് ഡോട്ട് K ക്യാപ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണിത്, ഇത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനാണ്. രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിന് കമ്പോണൻ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are mutually perpendicular. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ N ക്യാപ് ഡോട്ട് K ക്യാപ് ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡുകൾ രണ്ടും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്, മാഗ്നിറ്റ്യൂഡുകൾ 1 ആണ്. കോസ് ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ, ഇതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ 90, കോസ് 90യുടെ വാല്യൂ 0 അല്ലേ. സോ N എന്നുള്ള പോളറൈസേഷൻ വെക്ടറും K എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ വെക്ടറിൻ്റെ ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ you will get 0. Okay. So this is the expression for electric and magnetic fields in general representation for a wave propagating in any arbitrary direction. ഏതെങ്കിലും ആർബിട്രറി ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിൻ്റെ എക്സ്പ്രഷൻസ് ആണ് ഇത് രണ്ടും. ഓക്കെ, ദ ആക്ച്വൽ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്, ഇതൊക്കെ നമ്മൾ കോംപ്ലക്സ് റെപ്രസെൻറ്റേഷൻസ് ആണ് അല്ലേ, കോംപ്ലക്സ് വേവ് സൊല്യൂഷൻസ് ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആക്ച്വൽ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് കോംപ്ലക്സ് നൊട്ടേഷൻ ഒന്നുമില്ല, നമ്മൾ റിയൽ റെപ്രസെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ റിയൽ കണ്ടീഷനിലേക്ക് ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ആംപ്ലിറ്റ്യൂഡ്, കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡിൽ നമ്മൾ പറഞ്ഞ എന്താണ്, ഫേസിൻ്റെ ഇൻഫർമേഷൻ അടക്കം കൂടിയതാണ് കോംപ്ലക്സ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഫേസിൻ്റെ ഇൻഫർമേഷൻ വീണ്ടും പഴയ പോലെ സെപ്പറേറ്റ് ചെയ്തായി കഴിഞ്ഞാൽ റിയൽ ആംപ്ലിറ്റ്യൂഡ് ഇൻറ്റു ദ സൈനസോയ്ഡൽ ഫംഗ്ഷൻ, അങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുക. അപ്പോൾ ആക്ച്വൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയൊക്കെ സൊല്യൂഷൻ ഇങ്ങനെയാണ് വരിക. ജനറലായിട്ട് ഒന്നുകൂടി എഴുതി കഴിഞ്ഞാൽ EFR, T. Here we are removed the complex representation, we are using the trigonometric representation. EFR, T is equal to E0 cos K dot R minus omega T plus delta N cap. പിന്നെ E0 റിയൽ പാർട്ട് മാത്രമേ വേണ്ടൂ. e raised to ആയിട്ട് റിയൽ പാർട്ട് എന്ന് പറയുന്നത് കോസൈൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ കോസ് K dot R minus omega T. ഇവിടെ ഈ E0 എന്ന് പറയുന്നത് കോംപ്ലക്സ് ടേം ആണ്. കോംപ്ലക്സ് ടേമിൻ്റെ കൂടെ ഫേസിൻ്റെ ടേം കൂടി ഉണ്ട്. e raised to I delta എന്ന് പറയുന്ന ഒരു പാർട്ട് കൂടി ഉണ്ട്. e raised to I deltaനെയും കൂടി നമ്മൾ പുറത്തേക്ക് റിവീൽ ചെയ്തിട്ടാണ് ഈ ഒരു ഫോർമാറ്റിൽ എഴുതുന്നത്. E0 K dot R minus omega T plus delta into N cap എന്നുള്ളത്. In the similar way B of R, T ഇതേപോലെ തന്നെ എഴുതി കഴിഞ്ഞാൽ 1/c ഉണ്ട്. E0 e raised to എന്നുള്ളത് മാറി cos K dot R minus omega T plus delta direction K cross N cap. So this is the expressions for general expressions for electric and magnetic fields for a wave propagating in any arbitrary direction. ഓക്കെ, അപ്പോൾ മോണോക്രോമാറ്റിക് നമ്മൾ ഇതിൽ പറഞ്ഞത് എന്താണ്, പ്ലെയിൻ വേവ് എന്താണെന്ന് പറഞ്ഞു, മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് എന്താണെന്ന് പറഞ്ഞു. ദെൻ വി ആർ കൺസിഡേർഡ് അവർ മാക്സ്വെൽസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത ഇലക്ട്രോമാഗ്നറ്റിക് വേവ് നമ്മൾ കൺസിഡർ ചെയ്തു. അതിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും എക്സ്പ്രഷൻസ് നമ്മളിവിടെ റിവീൽ ചെയ്തു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ്സ്. താങ്ക് യു.